നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് ആൻഡ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണ് കേട്ടോ. റവേൻ്റെ ഉപ്പുമാവാണ്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യത്തിലധികം പച്ചക്കറികൾ അതിൽ ഇടലുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ചധികം പച്ചക്കറികൾ നമുക്ക് ആ വഴിക്ക് അങ്ങ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഉള്ളിയും ക്യാരറ്റും ബീൻസും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ബീൻസും ക്യാരറ്റും ഒക്കെ നമ്മുടെ പറമ്പിലുണ്ടായതാണ്. അതിൽ ഈ ഉള്ളി മാത്രമാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ അതേ ഇതെല്ലാം ഒന്ന് വഴറ്റിയിട്ട് ആണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കണത്. ഞാൻ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് മുന്തിരിയും കൂടെ ഇടാറുണ്ട് കേട്ടോ. നമ്മൾ നെയ്ച്ചോറിലൊക്കെ ഇടുന്ന മുന്തിരി ഉണ്ടല്ലോ, ഡ്രൈ ആയിട്ടുള്ള, അതും കൂടെ ഇടാറുണ്ട്. കാരണം അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മുന്തിരി അടിക്കുമ്പോൾ ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നോ ഒരു കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ആഫ്രിക്കയിൽ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന സാധനം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇഡ്ഡലി റൈസാണ്. ഇങ്ങനെ 5 കിലോൻ്റെ പാക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, ഈ ഒരു ഗോതമ്പ് പൊടിയാണ് ഉപയോഗിക്കാറ്. ഇത് നല്ലതാണ്. ഇതിനുള്ളിൽ പുഴുക്കുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പൊടിയിൽ. പക്ഷേ ആ പൊടി കുറച്ചും കൂടി നൈസാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇനി മൈദപ്പൊടി എങ്ങനെ അതിൽ മിക്സ് ആക്കുന്നുണ്ടോ എന്നറിയില്ല. ഭയങ്കര സോഫ്റ്റാണ്. പക്ഷെ ഞാൻ വാങ്ങുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൽ അങ്ങനെ പുഴുത്തരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിൽ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടി വാങ്ങുന്നത് കേട്ടോ. പിന്നെ ഈ മഞ്ഞ പാക്കറ്റിൽ കാണുന്നതാണ് പൊന്നി റൈസ്. ഇത് നമ്മൾ ചോറുണ്ടാക്കുന്ന മട്ട റൈസാണ് കേട്ടോ. പൊന്നി റൈസ് ഞാൻ മെയിനായിട്ട് വാങ്ങുന്നത് നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കാനാണ്. നമുക്കിവിടെ കൈമ റൈസ് ഒന്നും കിട്ടില്ല. ഇങ്ങനത്തെ പൊന്നി റൈസ്, ചെറിയ കുഞ്ഞ് റൈസ് ഇങ്ങനത്തത് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു 10 കിലോൻ്റെ സവോളേൻ്റെ ചാക്കാണ് വാങ്ങാറുള്ളത്. നമുക്ക് എപ്പോഴെപ്പോഴും മാർക്കറ്റിൽ പോയി വാങ്ങാൻ കഴിയില്ല, കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇതേപോലെ സവോളേൻ്റെ ഒരു ചാക്ക് വാങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇട്ടിട്ട് ഇത് വെയിലൊള്ളിക്കും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പച്ചക്കറി വാങ്ങാറുള്ളത്. ഒരുപാട് പച്ചക്കറികൾ വാങ്ങാറുമില്ല, കൂടുതൽ നമ്മുടെ തോട്ടത്തിലുള്ള തന്നെയാണ് ഉപയോഗിക്കൽ. പിന്നെ ഉള്ളി, കിഴങ്ങ് അതൊക്കെയാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങാറുള്ളത്. പിന്നെ ഈ തക്കാളി 2-3 തക്കാളി ഉള്ളൂ കേട്ടോ. ഇത് ഞാനൊരു ഫുഡ് ലവേഴ്സ് എന്ന് അറിയണ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. വേറൊന്നുമല്ല, ഈ തക്കാളീൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ ഇതിങ്ങനെ നീണ്ടിട്ടുള്ള തക്കാളിയാണ്, നമ്മുടെ നോർമൽ തക്കാളിയല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 3 മേടിച്ചതാണ്, പഴുത്തത് നോക്കിയിട്ട്. പിന്നെ കുറച്ച് കാടമുട്ട വാങ്ങിയിട്ടുണ്ട്. കാടമുട്ട ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കാടമുട്ടയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ തേങ്ങ കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ കിട്ടും മാർക്കറ്റിൽ. അപ്പോൾ നല്ല വിലയാണ് തേങ്ങയ്ക്ക്. പിന്നെ നമ്മൾ പൊട്ടിച്ച് നോക്കിയിട്ടൊക്കെ വാങ്ങണം കേടാണോ അല്ലയോന്ന്. കേടാണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഇളം തേങ്ങ ഇവർ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ വെക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കേട് വരും. പക്ഷേ ഞാൻ സാധാരണ ഞാൻ പൊട്ടിച്ച് നോക്കി വാങ്ങാറുണ്ട്. ഇന്നിപ്പോൾ ടൈമൊന്നും കിട്ടാത്തത് കൊണ്ട് ഉള്ള തേങ്ങയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഇനി തേങ്ങയൊക്കെ ചിരകി ഞാൻ ഫ്രീസറിൽ വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ നമുക്ക് കുറച്ച് വാഴക്കന്ന് വെക്കാനുണ്ട് എന്നുള്ളത്. നമ്മൾക്ക് 4 വാഴക്കൊല ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഏത്തപ്പഴത്തിൻ്റെ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ കന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇവിടെ വെക്കാമെന്ന്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, കുറച്ചൊക്കെ ഒരു കാറ്റ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതുമല്ല അങ്ങനെ ഒരുപാട് പ്രതിരോധിക്കാൻ പറ്റുമെന്നല്ല, എന്നാലും ചെറിയൊരു രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് വളരുന്ന ഒരു വലിയൊരു ചെടി എന്നുള്ള രീതിയിൽ വാഴ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല ഇവിടെ ചെറിയ ഒരു തണലൊക്കെ കിട്ടും. അപ്പോൾ ഇവിടേക്കും കുറച്ചധികം ചീര കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നെൽസൺ എനിക്ക് വാഴ വെക്കാനുള്ള കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കുഴി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിൽ കറുത്ത മണ്ണാണ് ഇടാറ്, അതായത് മേൽമണ്ണ് എന്ന് പറയും. ഇപ്പോൾ കണ്ടില്ലേ, കുഴിച്ചിട്ടപ്പോൾ ഈ കുഴിയിൽ നിന്ന് വന്നിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് ഒരു മഞ്ഞ കളറ് പൊടിയായിട്ടുള്ള കല്ലൊക്കെ ഉള്ളൊരു മണ്ണാണ്. അത് ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് വലിയൊരു അനുയോജ്യമല്ല. ഞാനിവിടെ എല്ലാ കൃഷിയാണെങ്കിലും ചെടിയാണെങ്കിലും ഒക്കെ നട്ടിട്ടുള്ളത് കറുത്ത മേൽമണ്ണ് ഈ നിലത്തിൻ്റെ മുകളിലിട്ടിട്ടാണ് കൃഷി ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുഴി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കറുത്ത മണ്ണ് വെക്കും. പിന്നെ ചാണകവും ചമ്മലയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിലാണ് വാഴക്കന്ന് വെക്കുന്നത്. പിന്നെ കുറേ ആയാസപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം നെൽസൺ ഇങ്ങനെ കുഴി കുത്തി തരാനും മണ്ണ് കൊണ്ട് തരാനൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കൃഷിയൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോണത്. അപ്പോൾ നെൽസൺ അവിടെ കുഴി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ്. കാരണം ഇവിടെ മലാവിയിൽ ഇപ്പോൾ വേനൽക്കാലമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. 6 മണിക്ക് തുടങ്ങുന്ന വെയിലാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5:30 ആകുമ്പോഴേ ഈ വെയിൽ നിൽക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്രയ്ക്ക് ഇങ്ങനെ ചുട്ട് പൊള്ളുന്നില്ല. നമ്മുടെ നാട്ടിൽ ചെറിയ വെയിലുണ്ടെങ്കിലും ഭയങ്കര പൊള്ളലായിരിക്കുമല്ലോ, ഭയങ്കര ചൂടായിരിക്കും. പക്ഷേ ഇവിടെ വെയിലിന് ചൂടുണ്ട്, പക്ഷേ സഹിക്കാവുന്നതാണ്, വലിയ ചൂടില്ല. ആ പച്ചപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മഴ പെയ്യണം കേട്ടോ.
മഴയൊക്കെ ആകുമ്പോഴത്തേക്കിനായിരിക്കും നമ്മുടെ വാഴയൊക്കെ പൊന്തുക. ഇങ്ങനെ ഈ കുഴി എടുത്തിട്ട് ഈ കുഴീൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ചാരിടും. ചാരിടണം എന്താ വെച്ചാൽ ഈ ചാരത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് പൊട്ടാസ്യം ഉള്ളത്. ഈ പൊട്ടാസ്യം ഉള്ളത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ആ ചേച്ചി കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം പൊട്ടാസ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇലകളിൽ പാകം ചെയ്യുന്ന ആ ഭക്ഷണത്തിനെ, ആഹാരത്തിനെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു സഹായിയാണ് ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം. അപ്പോൾ അത് ഈ വാഴപ്പഴത്തിൻ്റെ തോലിലാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ നമുക്ക് അധികം വാഴപ്പഴത്തിൻ്റെ തോലൊന്നുമില്ല. അപ്പോൾ അത് കുറച്ചെങ്കിലും കിട്ടുന്നത് ചാരത്തു നിന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു അടിയിൽ കുറച്ച് ചാരടാം, അതിൻ്റെ മുകളിൽ കുറച്ച് എൻ്റെ അടുത്ത് കുറച്ച് ചാണകപ്പൊടി ഉണ്ട്, ചാണകപ്പൊടി ഇടാം, പിന്നെ കുറച്ച് കറുത്ത മണ്ണിടാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ കന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് പുല്ലും ചപ്പൊക്കെ വെട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ വാഴ വലുതാവണേനനുസരിച്ചിട്ട് നമുക്ക് മണ്ണും വളമൊക്കെ ചേർന്ന്, അതായത് ചാണകവും മണ്ണൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള പിന്നെയും ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണിപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു വാഴ എന്ന് പറയുന്നത് നമ്മൾ ഇവിടേക്ക് വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു, 1.5 വർഷമായി. ഈ 1.5 വർഷമായിട്ടും പൊന്താതിരുന്നൊരു വാഴയായിരുന്നു ഇത് വെച്ച സമയത്ത് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്ന് ഇത് കടിച്ച് ഈ വാഴനെ വളരാനേ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് വളരാതെ ഒരു ആരോഗ്യമില്ലാത്ത രീതിയിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പോട്ടെ, എന്തായാലും കേടൊന്ന് പോയി നോക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുന്നേ, കറക്റ്റ് തന്നെ ഒരു 3 ആഴ്ച മുന്നേ നെൽസനെ കൊണ്ട് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കുറേ ചപ്പൊക്കെ വെട്ടി ഇടിപ്പിച്ച് കുറച്ച് ചാണകവും മണ്ണൊക്കെ ഇളക്കി ശരിയാക്കിയിട്ട് കൊടുത്തപ്പോൾ ഇതിൽ വന്ന നല്ല ഇലകളാണിത്. അപ്പോൾ ഒരു പോരാളി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ കൃഷിത്തോട്ടത്തിലെ പോരാളിയാണിത് ഈ വാഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വളർത്തിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളതും എൻ്റെ ഒരു വലിയൊരു ലക്ഷ്യമാണ്. അപ്പോൾ എന്തായാലും ഇത് വളരുമെന്ന് വിചാരിക്കുന്നു. അപ്പം കുഴപ്പമില്ലാതെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത്രയും ഇലകൾ ഇതിൽ വന്നു, കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിൽ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലെ പോരാളിയാണ്. 1.5 വർഷം മണ്ണിനോടും കാറ്റിനോടും വെയിലിനോടും പോരടിച്ച് നിന്നൊരു പോരാളിയാണ് ഈ ഒരു വാഴ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് ഉണ്ടായി വരട്ടെ. നെൽസനവിടെ കുഴി ഒഴിക്കുകയാണ്. കുഴി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ മണ്ണൊക്കെ ഇട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം വാഴക്കന്ന് നടാൻ. അപ്പോൾ വാഴക്കന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കൃഷിയിടത്തിൽ ഞാൻ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ നമുക്ക് ഒന്നും കറക്റ്റ് അറിയുന്ന കാര്യമല്ല എങ്ങനെ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ വീഡിയോസ് കൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഓരോ വീഡിയോസും കണ്ടിട്ടാണ് ഓരോ കൃഷിക്കും ഓരോരോ ഇതുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴക്കന്നുകൾ കണ്ടോ. കുഞ്ഞു കന്നുകൾ കുറേ ഉണ്ട്. ഇതൊക്കെ മുളയ്ക്കും, നല്ല കന്നുകൾ തന്നെയാണ്. ഇതൊക്കെ നടണം. അതേപോലെ തന്നെ ഇതിപ്പോൾ നടാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. അരുണേട്ടൻ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നപ്പോൾ മുറിച്ചെന്താണ്ട് അരുണേട്ടൻ പറഞ്ഞു ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം, എങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നു. ഇതൊക്കെ നമ്മൾ ഏത്തവാഴേൻ്റെ കന്നാണ്, ഇതൊക്കെ വെക്കണം. അതേപോലെ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉള്ളൊരു സെറ്റപ്പുകളൊക്കെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1, 2, 3, 4 ദിവസം കൊണ്ടൊക്കെ അത് ശരിയാവുള്ളൂ. അതായത് നമ്മുടെ കൃഷിത്തോട്ടത്തിൻ്റെ ഫുള്ളൊരു മുഖച്ഛായ തന്നെ മാറ്റണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കൊടും വേനലാണ്, എത്രത്തോളം ശരിയാവുമെന്നറിയില്ല. അതേപോലെ തന്നെ നാട്ടിൽ നിന്ന് ഞാനിപ്പോൾ കുറച്ചധികം വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വിത്തുകളൊക്കെ പാകണം. അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി ചീരേൻ്റെ വിത്തൊക്കെ ഉണ്ട്. അപ്പം ചീരേൻ്റെ വിത്തൊക്കെ നല്ല രീതിക്ക് പാകി നട്ട് വളർത്തി ഉണ്ടാക്കണം. വേനൽക്കാലമായതുകൊണ്ടുള്ള ചെറിയൊരു പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല വെള്ളം വേണം. ഇവിടെ വെള്ളം കിട്ടുന്നതും കുറച്ച് കുറവാണ്, നമുക്ക് കിട്ടുന്നതെന്നല്ല. കാരണം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുകയായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നമ്മുടെ ആ ചെടിക്ക് വേണ്ടത്ര രീതിയിൽ കിട്ടത്തില്ല. കാരണം ബാക്കിയുള്ള ഭാഗമൊക്കെ ഡ്രൈ ആയതുകൊണ്ട് എല്ലായിടത്തേക്കും ഇത് വലിഞ്ഞ് അങ്ങ് പോവുകയാണ്. നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പച്ചക്കറിയെ നമ്മൾ ഒരു കുട്ടീനെ നോക്കണത് എങ്ങനെയാണ് അതേപോലെ ആ ഒരു ചെടീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ഏത് കാലത്താണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പണ്ട് വിചാരിക്കാറില്ലേ ഈ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ക്യാബേജ് ഇതൊക്കെ തണുത്ത സ്ഥലങ്ങളിലേ ഉണ്ടാവുള്ളൂ എന്ന് പറയാറില്ലേ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ കൃഷി ചെയ്ത് വെച്ചിട്ട് അങ്ങനെയല്ല. ഇവിടെ വലിയ തണുപ്പുള്ള സംഭവമൊന്നുമല്ല. ഒരു 2-3 മാസം മാത്രമേ തണുപ്പുണ്ടാവുള്ളൂ. പക്ഷെ എൻ്റെ ഒരു രീതിയിൽ തണുത്ത പ്രദേശത്ത് മാത്രമല്ലാതെയും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ഞാൻ കൃഷി ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല ഔട്ട്പുട്ടും കിട്ടിയിട്ടുണ്ട്. മണ്ണിനൊരു കുറച്ച് കുറവുള്ളതുകൊണ്ട് ക്യാരറ്റിൻ്റെ ഷേപ്പ് മാത്രം ശരിക്കും വന്നില്ല എന്നുള്ളൂ. ബാക്കി ക്യാരറ്റ് ആണെങ്കിലും ബീറ്റ്റൂട്ട്, ക്യാബേജ് ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യവും ഇതെല്ലാം ചെയ്യുന്നുണ്ട്.
ഒരു ബെഡിൽ ക്യാബേജിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ തൈകൾ ഉണ്ടായി. ഏകദേശം ഒരു 4-5 ഇല പ്രായമായിട്ടുണ്ട്. അതൊക്കെ മാറ്റി നടണം. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ മാറ്റിയിടാനാകും. അപ്പോൾ വാഴേൻ്റെ കുഴികുത്തലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ക്ഷീണിച്ചുട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി തൊട്ടടുത്ത ദിവസം നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്യാമെന്ന്. അപ്പോൾ ഇത് തൊട്ടടുത്ത ദിവസം നടന്നതാണ് കേട്ടോ. കുറച്ചധികം പാവയ്ക്ക ഉണ്ടായിരുന്നു. ആ പാവയ്ക്കൊക്കെ പറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി ഏറ്റിച്ചിട്ട് ഉണക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത പാവയ്ക്ക ഉണ്ട്, കുഴപ്പമില്ല. പഴുത്ത പാവയ്ക്ക നമ്മൾ വറുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചധികം പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ കോമ്പൗണ്ടിൻ്റെ അപ്പുറത്ത്, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ എൻ്റെ സൈഡല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ കുറച്ചധികം പാവയ്ക്കേൻ്റെ വള്ളി, പഴയ പാവയ്ക്കേൻ്റെ വള്ളിയാണ്. അതിൽ കുറച്ചധികം പാവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പറിച്ചുകൊണ്ടെന്നങ്ങാണ്ട് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ്. അപ്പോൾ പാവയ്ക്ക എല്ലാം കഴുകിയെടുത്തതിന് വെള്ളം വാർന്നതിന് ശേഷം അതേ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ വട്ടത്തിൽ അരിയുമ്പോൾ വളരെ കനം കുറഞ്ഞ രീതിയിൽ അരിയാറില്ല കേട്ടോ. പലരും കനം കുറച്ചിട്ടായിരിക്കും അരിയുക, പക്ഷെ ഞാൻ ഈ ഒരു കനത്തിലാണ് അരിയാറുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നൊരു കാര്യം തന്നെയാണിത്. ഈ കനത്തിൽ അരിയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് ഉണങ്ങി കഴിയുമ്പോൾ വറക്കുമല്ലോ എണ്ണയിലിട്ടിട്ട്, അന്നേരം വളരെ കട്ടി കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് അരിഞ്ഞെടുക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നല്ല, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കരിയാറുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇത്ര കട്ടിയിൽ അരിഞ്ഞിട്ട് ഇടാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ആവിക്ക് വെച്ചെടുക്കുമ്പോഴത്തേക്കിനും ഇത് അങ്ങോട്ട് കനമില്ലാത്ത രീതിയിലായി മാറും കേട്ടോ. പിന്നെ ഞാൻ കുരുവൊന്നും കളയുന്നില്ല, അത് ഉണങ്ങി കഴിയുമ്പോൾ തന്നെ കുരു കുറേയൊക്കെ ചാടിപ്പോകും കേട്ടോ. അപ്പോൾ അത് എല്ലാം അരിഞ്ഞു കഴിഞ്ഞ ശേഷം കുറച്ച് ഉപ്പൊക്കെ തിരുമിയിട്ട് ഇഡ്ഡലി പാത്രത്തിലിട്ടിട്ട് ആവി കയറ്റുക കേട്ടോ ചെയ്തത്. കുറച്ചൊരു 5-10 മിനിറ്റ്, 10 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു 10 മിനിറ്റ് ആവി കയറ്റിയത് ഇതേപോലെ ആയി കിട്ടും. എന്നിട്ട് ഞാനിത് ഈ ഒരു ഇങ്ങനത്തെ മുറത്തിലാണ് കേട്ടോ വെച്ചിട്ട് വെയിൽ കൊള്ളിക്കാറുള്ളത്. ഈ ഒരു മുറം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഉണ്ടാക്കി തരുന്ന മുറമാണ്. വലിയ വിലയൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ മുറ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഗ്രാമത്തിൽ, അവരുണ്ടാക്കി തരുന്ന മുറമാണ് കേട്ടോ. ഒരുപാട് യൂസ്ഫുള്ളാണ്. ഞാൻ ഈ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് ഓരോന്ന് പറിക്കുമ്പോൾ ഇടാനും മുളകുകൾ ഉണക്കാനും എല്ലാത്തിനും എനിക്ക് ഇങ്ങനത്തെ ഒരു മുറം ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന മുറങ്ങളായിരിക്കില്ലേ, മുളേൻ്റെയൊക്കെ മുറം. പക്ഷേ ഇവിടെ ഇപ്പോഴും ഇതുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുറത്തിനെക്കാട്ടിലും എന്തുകൊണ്ട് എനിക്കിഷ്ടം, വളരെ യൂസ്ഫുള്ളും ഇങ്ങനത്തെ മുറമാണ് കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് മുറം മോശമൊന്നുമല്ല, നല്ലതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ മുറമാണ്. ഇവിടുത്തെ ആഫ്രിക്കക്കാരൻ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ചിട്ടാണ് ഉണക്കാറ്. അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും, വലിയ കട്ടിയില്ലാതെ. അതായത് ഒന്നിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് ഉണക്കാതെ കട്ടി കുറച്ചിട്ടാണ് ഉണക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് 2 ദിവസം കൊണ്ട് നല്ല ഉണക്കായി കിട്ടും കേട്ടോ. അപ്പോൾ മുളകൊക്കെ ഉണങ്ങാനിട്ടതിന് ശേഷം ഈവനിങ് ആയപ്പം ഞാൻ കുറച്ച് പച്ചക്കറി വറച്ചെടുക്കാൻ വിചാരിച്ചു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഈ സമയത്തോ അല്ലെങ്കിൽ നല്ല രാവിലെ പച്ചക്കറി പറിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും കറി ഉണ്ടാക്കാൻ നേരത്താണ് കേട്ടോ പോയി പറിക്കുക. അപ്പോൾ നല്ല വെയിലുള്ള സമയമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരം കുറച്ച് പച്ചക്കറി പറിക്കാൻ വിചാരിച്ചു. പച്ചക്കറിയിൽ കൂടുതൽ ഞാൻ മുളകാണ് പറിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചുമന്ന മുളക് കണ്ടില്ലേ, ഈ ചുമന്ന മുളക് ഞാൻ ശരിക്കും പറഞ്ഞാൽ കറിയിൽ അങ്ങനെ ഇടാറില്ല. ഈ പച്ചമുളക് ഉണ്ടല്ലോ, കറിയിൽ അങ്ങനെ ഇടാറില്ല, വലിയ എരിവില്ല, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പിന്നെ കുറച്ചും കൂടി എരിവുള്ള മുളകാണെങ്കിൽ നമുക്ക് 1-2 മുളക് ഉപയോഗിച്ചാൽ മതി കറിയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിയിൽ ഇടാറില്ല. പക്ഷേ ഇങ്ങനെ പഴുക്കാറായതും പഴുത്തതും ആയിട്ടുള്ള മുളക് ഞാൻ പറിച്ചിട്ട് ഉണക്കിയിട്ട് നമ്മൾ കടുക് വറക്കണേലൊക്കെ ഇടുന്ന മുളകില്ലേ, അതിന് നീട്ടുള്ള മുളകിന് പകരം ഞാൻ ഇതേപോലത്തെ ഉണ്ടമുളക് ഇടാറുണ്ട് കേട്ടോ. അത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഴുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേയൊക്കെ നിർത്താറുണ്ട്. അപ്പോൾ ഈ ഒരു മുളക് കുറേ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറച്ച് അധികം മുളക് പഴുക്കാനായിട്ടുണ്ട്, പഴുത്തതും ഉണ്ട് കേട്ടോ. പിന്നെ ഈ മുളകിൽ തന്നെ പച്ച കളറിലും മഞ്ഞ കളറിലൊക്കെ ഉണ്ട്. വേറൊന്നുമല്ല, കുറച്ചൊന്ന് പഴുത്ത് വരാനാണതിൻ്റെ തൊട്ട് മുന്നുള്ള സ്റ്റേജാണ് ഈ മഞ്ഞ കളർ എന്നറിയണത്. ഇത് കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ മുളക്. നന്നായിട്ട് കായ്കൾ തരുന്ന ഒരു മുളക് തന്നെയാണിട്ടത്. ഇതാദ്യം ഉണ്ടായി ഇതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഈ മുളകിൻ്റെ മുകൾ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മുളകൊക്കെ നമ്മൾ നടുമ്പോൾ കുറേയൊക്കെ പച്ചമുളക് തന്നതിന് ശേഷം മുളക് ഉണ്ടാകുന്നത് കുറയില്ലേ, അന്നേരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ പ്രൂൺ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ അടിയിൽ നിന്ന് പിന്നെയും അങ്ങനെ പൊട്ടിത്തെടുത്ത് തെളിർക്ക് വന്നിട്ട് പിന്നെയും നമുക്ക് കുറേ മുളക് തരും കേട്ടോ. അപ്പോൾ കുറേ മുളക് പറിച്ചതിന് ശേഷം അപ്പുറത്ത് ഇങ്ങനെ പറ്റ കേടായി നിന്നൊരു തക്കാളി ചെടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പച്ചത്തക്കാളി പറിക്കാമെന്ന്, എന്തിലെങ്കിലൊക്കെ ഇടാം, അല്ലെങ്കിൽ ഏതെങ്കിലും പഴുത്ത തക്കാളീൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഴുത്തോളെന്ന് വിചാരിച്ചു. ഈ തക്കാളിയിലൊക്കെ കണ്ടില്ലേ എന്തോ ഒരു പൊടിയാന്ന്, അത് ഇവിടുത്തെ കാറ്റ് കൊണ്ടാണ്. ഈ കാറ്റടിച്ചടിച്ച് തക്കാളിനെയൊക്കെ പൊടി
പൊടി കൊണ്ട് ഒരു ആവരണം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളിത്തേക്ക് ഇവിടുന്ന് പറിച്ച് കളയാനായിട്ടുണ്ട്, കാരണം അതിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ ആകെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പച്ചത്തക്കാളിയായി, ഒരു 2 തരം മുളകൊക്കെ പറിച്ചു. ഇവിടെ അതേ നമ്മുടെ മത്തൻ്റെ തയ്യൊക്കെ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മാറ്റി വേറെ സ്ഥലത്തേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടമുളക് പറിച്ചതിന് ശേഷം ഇപ്പം ഞാൻ പറിക്കുന്ന മുളക് ഏതാണെന്നറിയാം, സിറാമുളകാണ്. സിറാമുളക് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. ഇത് സിറാമുളകിൻ്റെ 2ാമത്തെ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം വിത്ത് ഹൈബ്രിഡ് വിത്താണ് വാങ്ങിയത്, പിന്നെ അതിൽ നിന്ന് എടുത്തിട്ടുള്ള വിത്ത് ഇട്ടിട്ടാണ് ഈ ഒരു മുളക് ഉണ്ടായത്. പക്ഷേ ആദ്യം നട്ട നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ നടുമ്പോൾ ആദ്യം നട്ട തയ്യിൽ നിന്ന് കിട്ടിയ മുളകിന് നല്ല എരിവ്, അതായത് ഒരു മുളക് മതി ഒരു കറിക്ക്. അപ്പോൾ നല്ല എരിവും ഉണ്ടാകും, നല്ല കനത്തിലുള്ള മുളകും ഉണ്ടാവും കേട്ടോ. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വിത്തെടുത്തിട്ട് 2ാമത് മുളപ്പിച്ച് ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാകുന്ന മുളകിൻ്റെ എരിവും കുറയും, ഉണ്ടാകുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, എത്ര കുറേ മുളക് ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി അതും കുറയും കേട്ടോ. അതേപോലെ അതിൻ്റെ ഷേപ്പിനും ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ ഹൈബ്രിഡ് വിത്തുകൾക്ക് കണ്ട ഒരു പ്രത്യേകതയാണ്. നമ്മുടെ നാടൻ വിത്തുകളാണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈമിലും ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ മുളകൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതേ ഇവിടെ പൂവിട്ടിക്കണ ആളൊക്കെ ഉണ്ടോ, വൈകുന്നേരം ആകുമ്പോൾ ഈ ഒരു ചെടിയിൽ ഇതുപോലെ ഇഷ്ടം പോലെ പൂക്കളായിരിക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ നിത്യവഴുതനയാണ്. നിത്യവഴുതന വൈകുന്നേരം ആകുമ്പോഴാണ് കേട്ടോ പൂവിടുക. ഇനി ഈ പൂവൊക്കെ നാളത്തേക്കും കായ്കളായിട്ട് മാറും, ചെറിയ കായ്കളായിട്ട് ഇങ്ങനെ മാറും. എല്ലാ ദിവസവും നമുക്ക് ഒരു ഫലം തരുന്ന അല്ലെങ്കിൽ ഒരു വിളവ് തരുന്നൊരു ചെടിയാണ് നിത്യവഴുതന എന്ന് പറയുന്നത്. നമ്മളെ തങ്കു അതിൽ ഓടി കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് ഇവിടെ കുറേയൊക്കെ മണ്ണ് ശരിയാക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് നടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നെൽസൺ ചെയ്ത് തരുന്നതാണ് കേട്ടോ. നല്ല കഠിനമായിട്ടുള്ള എല്ലാ പണികളും നെൽസനാണ് ചെയ്ത് തരുന്നത്, കാരണം നമ്മുടെ ഗാർഡൻ ബോയ് ആണല്ലോ നെൽസന്. അപ്പോൾ ഇങ്ങനെ നെൽസൺ ഇങ്ങനെ കൊത്തി കളച്ചൊക്കെ തരുന്നത് കൊണ്ടാണ് നമുക്ക് ചെടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നെൽസൺ അവിടെ ഒരു ചതുരപ്പയർ നടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെൽസനോട് പറയുന്നത് അവിടെ ചെറിയൊരു വട്ടത്തിനൊരു ഇതുണ്ടാക്കി തരുമെന്ന്, അതിൽ ചതുരപ്പയറിൻ്റെ വിത്ത് നടാലോ എന്ന്. അപ്പോൾ നെൽസൺ ചെറുതായിട്ടൊന്ന് കുഴിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ കറുത്ത മണ്ണ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മുളകെല്ലാം പറിച്ച് കഴിഞ്ഞ് തക്കാളി പറിച്ചു, നിത്യവഴുതന പൂക്കളൊക്കെ കണ്ടില്ലേ. ഇപ്പം ഞാൻ ബീറ്റ്റൂട്ട് പറിക്കാൻ വേണ്ടി വന്നതാണ്. കുറച്ചുകൂടെ മുന്നേ പറിക്കേണ്ടതായിരുന്നു ഈ ബീറ്റ്റൂട്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങ് മടിച്ച് നിന്നു, അതായത് ആവശ്യം വരുമ്പോൾ ഓരോന്നോരോന്ന് ഇന്ന് പറിച്ചെടുക്കുന്ന, അല്ലാതെ ഒന്നിച്ച് പറിക്കാറില്ല. പക്ഷെ ഇത് ഒന്നിച്ച് പറിക്കേണ്ട സമയം വന്നേക്കാണ്ട്, ഇനിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേടായി പോകും. അപ്പോൾ അതേ ബീറ്റ്റൂട്ട് ഞാൻ പറിച്ചെടുക്കുകയാണ്. നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് ഉണ്ടാകുമ്പോൾ ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരികയാണ് ചെയ്യുക. ക്യാരറ്റ് പോലെ പറ്റ താഴേക്ക് പോവുമല്ലോ കേട്ടോ ചെയ്യുക. ബീറ്റ്റൂട്ടിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുകയുള്ളൂ, ബാക്കി പകുതി ഭാഗം പുറത്തേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള ബീറ്റ്റൂട്ടിന് നമ്മൾ കുറച്ചുകൂടി മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ വലുപ്പം നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ആരെ പറഞ്ഞിരുന്നു ബീറ്റ്റൂട്ടിൻ്റെ ഇല തോരൻ വെച്ചാൽ നല്ലതാണെന്ന്. ഞാൻ തോരൻ വെച്ചിരുന്നു, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്ത തവണ ഇനി നമുക്ക് തോരൻ വെക്കണമൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഹാർവെസ്റ്റിങ്ങും വാഴനടയിലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരണ്ടേ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.